അങ്ങനെ ഏറെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ SSLCയുടെ ഫലം വരുവാണ്. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസിന് ഗവൺമെൻറ് സ്കൂളിലാണുള്ളത്. അവരുടെ അധ്യാപികയും കുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ SSLCയുടെ റിസൾട്ട് വന്നിരിക്കുകയാണ്. അപ്പം കുട്ടികളെക്കാൾ കൂടുതൽ സന്തോഷം ടീച്ചറിനാണ്. അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ? തീർച്ചയായിട്ടും അങ്ങനെയായിരിക്കില്ല. നമ്മുടെ ഒരു വർഷത്തെ ഞങ്ങളുടെ എല്ലാവരുടെയും ടീച്ചേഴ്സിൻ്റെ എല്ലാവരുടെയും ഒരു വർഷത്തെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമാണ് നമ്മളിന്ന് കാണുന്ന ഈ റിസൾട്ട് എന്ന് പറയുന്നത്. അത് 100% നമുക്ക് വർഷങ്ങളായിട്ട് ഈ സ്കൂളിൽ 100% തന്നെയാണ്. കുറേയധികം വർഷങ്ങളായിട്ട് അതിൽ നിന്നൊട്ടും പിന്നോട്ട് പോയിട്ടില്ല. അതിന് നമുക്ക് പേടിയില്ലാഞ്ഞു. എല്ലാവരും ജയിക്കും 100% നല്ല ഉറപ്പുണ്ടായിരുന്നു. പിന്നെ A+ൻ്റെ എണ്ണത്തിലായിരുന്നു നമുക്കൊരു ആശങ്ക ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ നമുക്കൊരു 46 ഫുൾ A+ ഒക്കെ കിട്ടിയ നല്ലൊരു സ്കൂളാണ്. പക്ഷേ ഈ വർഷം കുട്ടികളുടെ എണ്ണം കുറവായിരുന്നു, പരീക്ഷ എഴുതിയ കുട്ടികളുടെ എണ്ണം. പിന്നെ നമുക്കറിയാമല്ലോ, കുറച്ച് നമുക്ക് അതർ സ്റ്റേറ്റിൽ നിന്നുള്ള കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മലയാളമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടിട്ട് അങ്ങനെ കുറച്ച് കുട്ടികൾക്ക് നമുക്ക് മലയാളത്തിൻ്റെ റിസൾട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് നമുക്ക് ഫുൾ A+ൻ്റെ എണ്ണം ഈ വർഷം നമുക്കൊന്ന് കുറഞ്ഞു പോയത്. എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള നല്ലൊരു റിസൾട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ടീച്ചർ എത്ര വർഷമായി ഇവിടെ പഠിപ്പിക്കുന്നു? ഞാൻ ഇപ്പോൾ ഹെഡ് മിസ്ട്രസ് ആയിട്ട് വന്നിട്ട് ഇവിടെ ഒരു വർഷമാണ്. കഴിഞ്ഞ ജൂണിലാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഈ ഒരു വർഷം മാത്രമേ ഇവിടെ HM ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ സർവീസ് 26 വർഷത്തെ സർവീസ് ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റു പല സ്കൂളുകളിലൊക്കെ ഹൈസ്കൂൾ ടീച്ചറായിട്ടും അതിനുശേഷം HM ആയിട്ടും ഒക്കെ വർക്ക് ചെയ്തു. ലാസ്റ്റ് വർഷമാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഏതായാലും ഈ SSLC പരീക്ഷ കഴിഞ്ഞ കുറേ നാളുകളായി കുട്ടികളൊക്കെ വലിയ ടെൻഷനിലായിരുന്നു. പക്ഷേ ഇപ്പം ഇവരുടെയൊക്കെ മുഖത്ത് സന്തോഷമാണല്ലേ? എങ്ങനെയുണ്ടായിരുന്നു റിസൾട്ട് വന്നിട്ട്? നല്ലതായിരുന്നു. അപ്പോൾ ഇനി എന്ത് പഠിക്കാനാണ് ആഗ്രഹം? കൊമേഴ്സ്. എങ്ങനെ ഇനി എന്ത് പഠിക്കാൻ ആഗ്രഹം? ഹ്യൂമാനിറ്റീസ് ആണ്. എങ്ങനെയുണ്ട് റിസൾട്ട് വന്നിട്ട്? സന്തോഷമാണ്. അപ്പോൾ ഏതായാലും കുട്ടികൾക്കൊക്കെ വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് അവർ ആഗ്രഹിച്ച പോലൊരു വിജയം തന്നെ എല്ലാവർക്കും കിട്ടുന്നു. സ്കൂളിലും 100% വിജയം, നിരന്തരമായി സ്കൂളിന് 100% വിജയം തന്നെയാണ് ലഭിക്കുന്നത്. A+ എന്നത് +1ലേക്ക് കയറാനുള്ളൊരു പടി മാത്രമായിട്ടാണ് ഇപ്പോൾ കുട്ടികളൊക്കെ കരുതുന്നത്. ഫുൾ A+ കിട്ടുന്നതും ഒരു A+ കിട്ടുന്നതും ഒക്കെ അടുത്ത ഒരു കലാലയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തുടർ പഠനത്തിലേക്ക് പോകാനുള്ളൊരു പടി മാത്രമാണ്. എന്നാലും എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. പ്രതീക്ഷിച്ച വിജയം തന്നെ കുട്ടികൾക്ക് ലഭിക്കുന്നു. മനോജിനൊപ്പം നിതിൻ സേവ്യർ, മീഡിയ 1 കൊച്ചി.